കെജ്രിവാൾ വീണ്ടും സൗജന്യങ്ങളുമായി തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നു. അഴിമതി കേസിൽ അറസ്റ്റിലായി ഇടക്കാല ജാമ്യത്തിൽ പുറത്തുവന്ന അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ കെജ്രിവാൾ കി ഗ്യാരണ്ടി എന്ന പേരിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ 10 വാഗ്ദാനങ്ങളിലാണ് സൗജന്യ പെരുമഴ. സൗജന്യ വൈദ്യുതി, സൗജന്യ ചികിത്സ, സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങിയവയാണ് ദില്ലി മുഖ്യമന്ത്രിയുടെ വാഗ്ദാനങ്ങൾ. രാജ്യത്തുടനീളം സ്ഥാപിക്കുന്ന സ്കൂളുകൾക്ക് ചിലവ് 5 ലക്ഷം കോടി രൂപയാണെന്നും ഇത് പകുതി സംസ്ഥാന സർക്കാരും പകുതി കേന്ദ്ര സർക്കാരും ചിലവാക്കേണ്ടി വരുമെന്നും കെജ്രിവാൾ പറഞ്ഞു. 50,000 കോടി രൂപ വാർഷിക ചെലവായും ഇതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ഇതിനൊക്കെ ഉപരിയാണ് സൗജന്യ വൈദ്യുതി. അതിന്റെ കണക്ക് എത്ര വലുതാകുമെന്ന് ആപ്പ് നേതാവ് വെളിപ്പെടുത്തിയിട്ടില്ല. രാജ്യത്തുടനീളം സൗജന്യ ചികിത്സയ്ക്കായി പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഇതിനു വേണ്ടി വരുന്ന തുക എവിടെ നിന്നും വരുമെന്നും കണക്കില്ല. സൗജന്യങ്ങൾ ഏറെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയോട് ചർച്ച പോലും ചെയ്യാതെ കെജ്രിവാൾ ഒറ്റയ്ക്ക് പ്രഖ്യാപിച്ച ഈ പദ്ധതികൾ മറ്റ് ഘടകകക്ഷികൾ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ്. പ്രധാനമന്ത്രിയാകാൻ താനില്ല എന്ന് കെജ്രിവാൾ പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉള്ള ആദ്യത്തെ ചുവടുവയ്പായി വേണം ഇതിനെ കാണുവാൻ. രാഹുലിനെ വെട്ടിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് കടന്നിരിക്കുവാനുള്ള കെജ്രിവാളിന്റെ ശ്രമമായും ഇത് വ്യാഖ്യാനിക്കപ്പെടും. സൗജന്യ പദ്ധതികളുടെ നടത്തിപ്പിന് വേണ്ട ഭീമമായ തുകയിലൂടെ വരുന്ന സാമ്പത്തിക ബാധ്യത രാജ്യത്തിനെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്താനാണ് സാധ്യത. വികസനം എന്നത് സൗജന്യം വാരിക്കോടിക്കെടുക്കലല്ല എന്ന് മനസ്സിലാക്കണം. ചിലവ് വർദ്ധിക്കുമ്പോൾ ഈ പറഞ്ഞ സൗജന്യങ്ങൾ തുടരുവാൻ സാധിക്കുമോ എന്നതും പ്രായോഗിക തലത്തിൽ ചിന്തിക്കേണ്ടതാണ്. കേരളത്തിന്റെ അവസ്ഥ തന്നെയാണ് ഏറ്റവും ഉത്തമമായ ഉദാഹരണം. വികസിതമായിരിക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവർ എങ്ങനെയാണ് വികസിച്ചത് എന്നുകൂടി പറഞ്ഞു തരുന്നു. രാജ്യത്തിലെ വ്യക്തികളുടെ കഴിവുകൾ വർദ്ധിക്കുകയും അതുപ്രകാരം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. അതുവഴി വ്യക്തിയും രാജ്യവും സ്വയം പര്യാപ്തമാവുകയും അത് ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടാവുകയും ചെയ്യും. സൗജന്യങ്ങൾ ഭാവിയിലേക്കുള്ള മുതൽക്കൂട്ടല്ല, അത് തൽക്കാലത്തേക്കുള്ള ആശ്വാസം മാത്രമാണെന്ന് ഇത്തരം രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് അത് വോട്ടിന്റെ പേരിലാണെങ്കിൽ കൂടി. വരുമാനത്തിന്റെ ഭൂരിഭാഗവും ചിലവുകൾക്ക് മാറ്റിവെക്കുന്ന സ്ഥിതി രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനും മറ്റ് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വെല്ലുവിളിയാകും എന്ന് ഉറപ്പാണ്. സൗജന്യം കൊടുത്ത് വോട്ട് വാങ്ങുന്നത് പോലെയല്ല ഒരു രാജ്യത്തിന്റെ കാര്യങ്ങൾ നിർണ്ണയിക്കേണ്ടത്. കെജ്രിവാൾ സ്വയം പ്രഖ്യാപിച്ച ഈ തീരുമാനങ്ങൾ സഖ്യകക്ഷിയായ കോൺഗ്രസിന് പോലും ഏറ്റുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സംസ്ഥാനങ്ങൾക്കും തലവേദനയായി മാറാവുന്ന വലിയ സാമ്പത്തിക വെല്ലുവിളിയാണ് ഇത്തരം വോട്ടിനു വേണ്ടി സൗജന്യ പദ്ധതികൾ വരുത്തിവെക്കുന്നത്. ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇന്ത്യയിൽ വരുത്തുവാൻ സാധ്യതയുള്ളത്. രാഷ്ട്രവീക്ഷണവും രാഷ്ട്രീയ വീക്ഷണവും ശുഷ്കമായ ഇത്തരം പ്രഖ്യാപനങ്ങളാണ് രാജ്യത്തിന് ഏറ്റവും വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നത്. ജയ് ഹിന്ദ്.